ആഗോള അയ്യപ്പ സംഗമത്തിലെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തി സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട്. കണക്കുകളിൽ ഗുരുതര ക്രമക്കേടെന്നും പന്തൽ നിർമ്മാണം ടെൻഡറില്ലാതെയാണ് നടന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഊരാളുങ്കലിനാണ് ടെൻഡറില്ലാതെ പന്തൽ നിർമ്മാണം നൽകിയതെന്നും റിപ്പോർട്ടിലുണ്ട്. സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളുള്ളത്. ചെലവഴിച്ച തുക തിരിച്ചടച്ചുവെന്ന ദേവസ്വം മന്ത്രിയുടെ വാദം തെറ്റെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ആഗോള അയ്യപ്പ സംഗമം സംബന്ധിച്ച ബോർഡ് ഹൈക്കോടതിയിൽ വിശദീകരണം നൽകിയിട്ടുണ്ടെന്നായിരുന്നു ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ പ്രതികരണം. ദേവസ്വം ബോർഡിൽ അന്ന് സർപ്ലസ് ഫണ്ടിൽ നിന്ന് അയ്യപ്പ സംഗമത്തിന് വേണ്ടി കൊടുത്ത 3 കോടി രൂപയുണ്ട്. അത് തിരികെ നൽകി എന്നതായിരുന്നു. പക്ഷേ ഇന്ന് സ്പെഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത് വിശദീകരണം കൊടുത്തിട്ടുണ്ട്. സെയ്ഫ് സൈനുലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സെയ്ഫ്, അതായത് ആഗോള അയ്യപ്പ സംഗമത്തിലും ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നതല്ലേ ഈ റിപ്പോർട്ട്? അപ്പം മന്ത്രിയുടെ വിശദീകരണം എന്താണ് വിഷയത്തിൽ? മന്ത്രി അക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ നൽകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹം ദേവസ്വം ബോർഡ് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരമുള്ള പരാമർശങ്ങൾ ഉണ്ടല്ലോ എന്നുള്ള ചോദ്യത്തിന് ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡ് വിശദീകരണം നൽകും എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് ഈ വിഷയങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൽ ഗുരുതരമായ ക്രമക്കേട് പല മേഖലകളിലും ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സാമ്പത്തിക സുതാര്യതയില്ല എന്നാണ് അതിനകത്ത് പ്രധാനമായും പറയുന്നത്. കൃത്യമായ കണക്ക് ഉണ്ടായിട്ടില്ല എന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഊരാളുങ്കലിന്റെ സഹസ്ഥാപനമായ ഇവന്റ് കമ്പനിക്കാണ് ഈ പന്തൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കരാർ നൽകിയത്. പക്ഷേ അത് ടെൻഡർ വിളിക്കാതെയുള്ള കരാർ നൽകലാണ് നടത്തിയിട്ടുള്ളത്. അതുവഴി സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് ഇതിൽ പറയുന്നുണ്ട്. 10% അധിക തുക നൽകേണ്ടി വന്നിട്ടുണ്ട്. ടെൻഡർ വിളിച്ചെങ്കിൽ 10% അധിക തുക കുറയ്ക്കാമായിരുന്നു എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. കണക്കുകളിൽ GST ബില്ലുകൾ ഇല്ലാത്തത് ദേവസ്വം ബോർഡിന് വലിയ നഷ്ടമുണ്ടാക്കും എന്നാണ് മറ്റൊരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഉപകരാർ നൽകിയതിൽ കൃത്യമായ കണക്കില്ല. അത് വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ടാണ് ഉപകരാർ നൽകിയത്. ഉപകരാറുകൾ ഒന്നും തന്നെ ഓഡിറ്റിങ്ങിന് ഹാജരാക്കിയിട്ടില്ല എന്നും ഈ റിപ്പോർട്ടിൽ ഹൈക്കോടതിയിൽ ഇന്നലെ സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബില്ലുകളൊന്നും ശരിയല്ല എന്നുള്ളതാണ് മറ്റൊരു കണ്ടെത്തൽ. ഓഡിറ്റർക്ക് കൃത്യമായ കണക്ക് രേഖപ്പെടുത്താനാവാത്ത നിലയിൽ ക്രമക്കേടുകൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. 2 ലക്ഷം രൂപയാണ് കലാപരിപാടികൾക്ക് വേണ്ടി നീക്കിവെച്ചത്. പക്ഷേ 8 ലക്ഷം രൂപയുടെ പരിപാടിയാണ് അവിടെ നടത്തിയത്. അങ്ങനെ 6 ലക്ഷം രൂപ അധികമായി ഇതിനു വേണ്ടി ചെലവാക്കി എന്നാണ് റിപ്പോർട്ട് പറയുന്ന കാര്യം. 2 കോടിയുടെ സ്പോൺസർഷിപ്പ് വരുമാനത്തിലും അവ്യക്തത നിലനിൽക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. VIP-കളുടെ ഭക്ഷണ വിതരണ ചെലവിലും കണക്കില്ല. മരാമത്ത് പണികൾ നൽകിയത് ടെൻഡർ ഇല്ലാതെയാണ് എന്നുള്ളതാണ് മറ്റൊരു കണ്ടെത്തൽ. ഊരാളുങ്കലിന് 4.4 കോടി രൂപ ഇപ്പോഴും നൽകാനുണ്ട് എന്ന് പറയുന്നുണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണം 5000 പേർ കഴിച്ചതിന് 8.5 ലക്ഷം രൂപ ചെലവായെന്ന് പറയുന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ കണക്ക് പ്രകാരം 4000 പേർ മാത്രമേ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തിട്ടുള്ളൂ. 5000 പേര് ഭക്ഷണം കഴിച്ചതിൻ്റെ ചെലവായി 8.5 ലക്ഷം രൂപ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് പ്രധാനമായും പറയുന്നത്. പിന്നീട് മറ്റൊരു കാര്യം ഉള്ളത് അനീഷ, ദേവസ്വം മന്ത്രി നിയമസഭയിൽ ജനുവരി മാസം 28-ന് നൽകിയ ഒരു കണക്ക് പ്രകാരം സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 2 സ്പോൺസർമാരാണ് ഉണ്ടായിരുന്നത്, ധനലക്ഷ്മി ബാങ്കും കേരള ബാങ്കും. ഇവരിൽ നിന്ന് പണം ഈടാക്കാൻ വേണ്ടിയാണ് തീരുമാനം എടുത്തിരുന്നത്. എന്നാൽ ഈ ഓഡിറ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ആ പണം കിട്ടിയിട്ടില്ല എന്നാണ്. പക്ഷേ ജനുവരി 28-ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് മന്ത്രി വി എൻ വാസവൻ മറുപടി നൽകിയപ്പോൾ അതിൽ പറയുന്നത് സ്പോൺസർമാരിൽ നിന്ന് പണം ഈടാക്കുകയും ദേവസ്വം ഫണ്ടിൽ നിന്ന് എടുത്ത പണം തിരിച്ചടക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ 2 കോടി രൂപ എങ്ങനെ പോയി, എവിടെ പോയി എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ലായ്മ നിലനിൽക്കുന്നുണ്ട്. അതിന് മറുപടി പറയേണ്ട ആൾക്കാർ, ഇപ്പോൾ മന്ത്രിയാണ് ഒന്ന് മറുപടി പറയേണ്ടത്, മന്ത്രി ഒഴിഞ്ഞു മാറുകയുണ്ടായി. ഇനിയിപ്പോൾ മറുപടി പറയേണ്ടത് അന്നത്തെ ദേവസ്വം പ്രസിഡന്റായ PS പ്രശാന്താണ് ഒന്ന്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അതിനകത്ത് മറുപടി നൽകണം. പക്ഷേ ഇതുവരെ ആരും മറുപടിക്ക് ഇതുവരെ തയ്യാറായിട്ടില്ല. വരും സമയങ്ങളിൽ ചിലപ്പോൾ അവർ വിശദീകരിച്ചേക്കാം. എന്തായാലും മുഴുവൻ ക്രമക്കേടാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. അതിനകത്ത് കണക്കുകളിൽ കൃത്യതയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനീഷ. ഏതായാലും ആഗോള അയ്യപ്പ സംഗമത്തിലും ക്രമക്കേട് നടന്നിരിക്കുന്നതെന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പക്ഷേ മന്ത്രി ഇതുവരെ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പറയുന്നത് ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ പ്രതികരിക്കും, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ഹൈക്കോടതിയെ വിശദീകരണം നൽകിയിട്ടുണ്ട് എന്നൊക്കെയാണ് മന്ത്രി പറയുന്നത്. ഇതേ മന്ത്രിയാണ് നിയമസഭയിൽ പണം തിരിച്ചു നൽകിയിട്ടുണ്ട് എന്ന കാര്യം കൂടി പറയുന്നത്. അങ്ങനെയെങ്കിൽ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ എന്ന ചോദ്യങ്ങൾ കൂടി അവിടെ പ്രസക്തമാണ്. സെയ്ഫ് സൈനുലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.